Hello my dear students, I am Swapna Shaji, Assistant Professor, Department of Commerce Self, Nirvala College, മൂവാറ്റുപുഴ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ഒരു മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ രസകരമായ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പം അതൊന്നും ചെയ്തേ ഉള്ളൂ. A manufacturing company find that while it cost 6.25 to make component X725, അതായത് ഒരു കമ്പനിക്ക് X725 എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് 6.25 രൂപയാവും. ദ സെയിം ഈസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് 5.75 ഈച്ച്. ഇത് മാർക്കറ്റിൽ 5 രൂപ 75 പൈസയ്ക്ക് കിട്ടും. വിത്ത് ആൻ അഷുറൻസ് ഓഫ് കണ്ടിന്യൂഡ് സപ്ലൈ, എല്ലാ ദിവസവും കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ദ ബ്രേക്ക് ഡൗൺ കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. മെറ്റീരിയൽ 2 രൂപ 75 പൈസ, ലേബർ 1 രൂപ 75 പൈസ, അതർ വേരിയബിൾസ് 0.50, ഡിപ്രീസിയേഷന് ഫിക്സഡ് കോസ്റ്റും 1.25. അങ്ങനെയാണ് ഈ 6.25 അയക്കുന്നത്. നമ്മളോട് അവർ ചോദിച്ചേക്കുന്നു ഷുഡ് യു മേക്ക് ഓർ ബൈ, നമ്മളത് വാങ്ങണോ ഉണ്ടാക്കണോ. അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് ബി യുവർ ഡിസിഷൻ ഇഫ് ദ സപ്ലയർ ഓഫേർഡ് ദ കമ്പോണൻറ്റ് അറ്റ് റുപ്പീസ് 4.85. ഇനി 5.75 പകരം 4 രൂപ 85 പൈസയ്ക്കാണ് തരുന്നതെങ്കിൽ വാങ്ങണോ ഉണ്ടാക്കണോ. അപ്പോൾ നമുക്ക് ആദ്യം 5 രൂപ 75 ഒന്ന് ചെയ്ത് നോക്കാം. ഈ കോളം നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ വരുന്ന ചിലവ്, ഇത് നമ്മൾ വാങ്ങുവാണെങ്കിൽ വരുന്ന ചിലവ്. ഉണ്ടാക്കുവാണെങ്കിൽ നമ്മുടെ നേരിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മെറ്റീരിയൽ 2.75, ലേബർ 1.75, അതർ വേരിയബിൾസ് 0.50യും ഡിപ്രീസിയേഷൻ 1.25. അങ്ങനെ മൊത്തം 6.25. വാങ്ങുവാണെങ്കിൽ നമ്മൾ ചാടിക്കയറി 5.75 കിട്ടുമല്ലോ, അതാണല്ലോ ലാഭം എന്ന് ചിന്തിക്കരുത്. വാങ്ങിയാലും നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് അങ്ങനെ തന്നെ നിലനിൽക്കും, 1.25. അപ്പം ടോട്ടൽ കോസ്റ്റ് എത്രയായി? 7ആയി. അപ്പോൾ വാങ്ങാനുള്ള ചിലവ് 7ഉം ഉണ്ടാക്കാനുള്ള ചിലവ് 6.25ആണ്. അതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് ബെറ്റർ. അതാണ് ഫസ്റ്റ് കൺക്ലൂഷൻ. എന്നാൽ രണ്ടാമതവർ പറഞ്ഞേക്കുന്നു 4.85 തരുവാണെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ. അപ്പോഴും നമ്മുടെ ഉണ്ടാക്കാനുള്ള ചിലവിൽ മാറ്റം വരുന്നില്ല, 6.25 തന്നെയാണ്. പക്ഷേ വാങ്ങുമ്പോൾ വാങ്ങുന്ന വില 4.85ഉം ഡിപ്രീസിയേഷനായ ഫിക്സഡ് എക്സ്പെൻസ് 1.25ഉം കൂട്ടിക്കഴിഞ്ഞാൽ 6.10 ആവുന്നുള്ളൂ. ആ സാഹചര്യത്തിൽ ഉണ്ടാക്കുന്നതിലും നല്ലത് എന്താണ്? വാങ്ങുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ. സിമ്പിളാണ്. 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ചുമ്മാ ഒന്ന് ആഡ് ചെയ്ത് മാത്രം കാണിച്ചാൽ മതി. അപ്പം എല്ലാവരും നല്ല രീതിക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.